എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഒരുപാട് പാപം ചെയ്തവരാ പൊന്നുമോര്. നിനക്ക് ദുആ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും, ദുആ ചെയ്യാൻ സമയമില്ലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്നെങ്കിലും പറയണേ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാ. അനസ് റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും ഒരു യാത്ര പോയി. അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്ഥലത്തെത്തിയപ്പോ പറഞ്ഞു, സഹാബാ എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് പറ സഹാബാ, എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് പറ സഹാബാ. സഹാബത്ത് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തുടങ്ങി, സഹാബത്ത് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, സഹാബാ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 70 പ്രാവശ്യം എല്ലാ ദിവസവും നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരു ദിവസം 70 പ്രാവശ്യം പറയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ 70 എന്ന് എണ്ണം പറയാനുള്ള കാരണം എന്താ? 70 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണം തന്നെ പറഞ്ഞു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബി എന്തിനാ 70 എന്ന് എണ്ണം പറഞ്ഞേ? 70 എന്ന് എണ്ണം പറയാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ദിവസം ആരെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിന്റെ മഹത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൂടെ മടിയുണ്ടാകും നിങ്ങൾ എങ്ങനെ ഇരുന്ന. ചിലപ്പോൾ ഇത് തന്നെ ഇടിഞ്ഞ് തലയെ വീണ് കളയും. അതുകൊണ്ട് നല്ലൊരു സദസ്സ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ ചെയ്ത 700 പാവങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ 700. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയേ നമ്മളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇനി ഒരു മനുഷ്യന് 700 പാപങ്ങളെക്കാൾ കൂടുതൽ ചെയ്താലോ? 700 പാപങ്ങളെക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ ചെയ്താലോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഓന്റെ കാര്യം വിട്ടേക്ക്, അവന്റെ കാര്യത്തിൽ പിന്നെ ചർച്ചയില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു ദിവസം 700 പാപത്തിൽ കൂടുതൽ ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്താ പറയാ? അവൻ എന്തായിരിക്കും? എങ്ങനത്തെ മനുഷ്യന്മാരാ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് തുടങ്ങിക്കോ. ഇനി മരിക്കുവോളം ഓർമ്മയുള്ള കാലത്തോളം 70 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? നിയ്യത്ത് ചെയ്യുന്നവർ കൈവെക്കു, പ്രതിഫലം പറയാം. 70 പ്രാവശ്യം ഒരു ദിവസം ചെയ്ത 700 പാപം അല്ലാഹു പൊറുക്കും. 2 ഇന്നത്തെ ദിവസം മുതൽ ഉസ്താദേ മരിക്കുമ്പോഴും ഓർമ്മയുള്ള കാലത്തോളം പെങ്ങളെ നല്ലതുപോലെ കേൾക്കണേ. പെങ്ങള് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ധൈര്യമുള്ള ഉപ്പമാരിപ്പുണ്ടോ? പടച്ചവനെ കൈവിറക്കാതെ കണ്ണു നിറയാതെ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, സ്വന്തം മക്കളുടെ മയ്യത്ത് കാണാനുള്ള ധൈര്യമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, താങ്ങാൻ കഴിയാത്ത വേദനകളുണ്ടല്ലോ. മാരക രോഗം പിടിച്ചിട്ട്, ക്യാൻസർ പിടിച്ചിട്ട് അല്ലാഹുവേ കിടന്ന് കരയുന്നവരുണ്ടല്ലോ. മാരക രോഗങ്ങൾ പിടിച്ചിട്ട് പൊട്ടിക്കരയുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, റസൂലുള്ളാഹ് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു ദിവസം ഏതെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞ അല്ലാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം, അവനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു കൊടുക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ ജീവിതത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തൂല. അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല. ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, പടച്ചവനെ ഒറ്റപ്പെട്ടു പോവുകയാ. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂടപ്പിറപ്പുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ടല്ലോ. എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. എങ്കിലില്ലാത്തവനെ പോലെയാ. എന്റെ പ്രിയമുള്ളവരെ, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവര് മനുഷ്യര് അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ, അവൻ അല്ലാഹു ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൂല. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ റിസ്കിൽ വിശാലത ചെയ്യും. നിന്റെ ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീന്റെ മക്കള് പട്ടിണിയായി പോകുമെന്ന് നീ പേടിക്കണ്ട. മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടേണ്ട ഗതി നിനക്ക് വരൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രതിഫലത മഹാനായ ഹസൻ ബസരി റഹ്മഹുല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ പ്രസംഗം നടത്ത അസ്തഗ്ഫിറുല്ലാഹയെ കുറിച്ച് പറയാ. അസ്തഗ്ഫിറുല്ലാഹയെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ആൾക്കാരൊക്കെ ഇതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവേ പ്രസംഗം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ വന്നിട്ട് ഏറ്റവും പുറകെ വന്നിരിക്കുക. ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് ഏറ്റവും പുറകിൽ വന്നിരുന്നു വയല് കേൾക്ക. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു റഹ്മഹുല്ലാഹ് അല്ലാഹു അവിടെ നിന്ന് പറഞ്ഞു, പടച്ചവനെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവന്റെ പാപം മുഴുവനും പുറത്തു കൊടുക്കും. ഇങ്ങനെ പറഞ്ഞപ്പോ ആ ഏറ്റവും വലിയ പാപിയായ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എഴുന്നേറ്റ് നേരെ സ്റ്റേജിന്റെ മുന്നിൽ വന്നു. സ്റ്റേജിന്റെ മുന്നിൽ വന്നിട്ട് ഹസൻ ബസരിയോട് ചോദിച്ചു അത്രേ, അല്ലാഹു എനിക്ക് പുറത്തുതരൂ, അല്ലാഹു എനിക്ക് പുറത്തുതരൂ. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, എടാ നിനക്കല്ല, നിന്നെ പോലെ 100 എണ്ണം ചോദിച്ചാലും അല്ലാഹു പുറത്തുതരും. നിന്നെ പോലെ 100 എണ്ണം അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു പുറത്തു തരും. അല്ലാഹുവേ പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ ഏറ്റവും പുറകിൽ പോയിരുന്നു. ഏറ്റവും പുറകിൽ പോയിരുന്നിട്ട് അല്ലാഹുവേ പടച്ചവനെ കുനിഞ്ഞിരുന്നിട്ട് കരയാൻ തുടങ്ങി. അല്ലാഹുവേ കുനിഞ്ഞിരുന്നിട്ട് കരയാൻ തുടങ്ങി. പടച്ചവനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞു അത്രേ, പടച്ചവനെ, അല്ലാഹുവേ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാ ഞാൻ, ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടെന്ന് പോലും എനിക്കറിയില്ല പടച്ചവനെ. ഒരുപാട് പാപം ഞാൻ ചെയ്തവനാ, എങ്ങനെയാണ് ഇത് മുഴുവനും നിന്നോട് ചോദിക്കേണ്ടെന്ന് പോലും എനിക്കറിയില്ല. എങ്കിൽ ഈ മനുഷ്യൻ പറഞ്ഞു, മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ നീ പുറത്തു തരുമെന്ന്. അല്ലാഹുവേ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല പടച്ചവനെ, ഇനി ഒരിക്കലും ഞാൻ ഈ പാപങ്ങളിലേക്ക് മടങ്ങില്ല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എന്റെ പാപം നീ പുറത്തു തന്ന 3 അടയാളം എനിക്ക് കാണിച്ചു തരണം. എന്റെ പാപം മുഴുവനും നീ പുറത്തെങ്കിൽ ഇനിയുള്ള കാലം എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ 3 അടയാളം നീ എനിക്ക് കാണിച്ചു തരണം. 1, ആ മനുഷ്യൻ പറഞ്ഞു, പടച്ചവനെ, എനിക്ക് ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം തരണം. 1, ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം. 2, ഏറ്റവും മനോഹരമായ ശബ്ദം, ഈ നാട്ടിലെ ഏറ്റവും നല്ല മനോഹരമായ ശബ്ദം എനിക്ക് തരണം. 3, എനിക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യ, 24 മണിക്കൂറും എനിക്ക് ഇബാദത്തും നിന്റെ കാര്യമായി കഴിയണം. എനിക്ക് തിന്നാനുള്ള ഭക്ഷണം എല്ലാ ദിവസവും രാവിലെ നീ തരണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവേ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. ഉടനെ തന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം തോന്നി. നേരെ ഹസൻ ബസരി റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ പോയിട്ട് ഇൽമു പഠിക്കാൻ തുടങ്ങി. ഒരൊറ്റ അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രതിഫലം പറയണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പെട്ടെന്ന് 3 അടയാളം അല്ലാഹു കാണിച്ചു കൊടുത്തു. 1, ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം കൊടുത്തു. ഇൽമു പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ശബ്ദം മനോഹരമായ ശബ്ദം. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, ഇദ്ദേഹം അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമ്പോ പറവകൾ പോലും വന്നിരിക്കുമായിരുന്നു അത്രേ. ഇദ്ദേഹം ഖുർആൻ ഓതുന്നത് കേൾക്കാൻ പറവകൾ പോലും മൃഗങ്ങൾ പോലും വന്ന് മുന്നിലിരിക്കുമായിരുന്നു അത്രേ. തെറ്റ് ചെയ്യാൻ, കള്ളു കുടിക്കാൻ, വ്യഭിചരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോകുമ്പോ ഈ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവൻ വന്ന് അവിടെ ഇരുന്ന് നന്നാകുമായിരുന്നു. അത്രയ്ക്കും മനോഹരമായ ശബ്ദം. 3, എല്ലാ ദിവസവും വീടിന്റെ കവാടം തുറക്കുമ്പോ വീടിന്റെ പുറത്ത് ഭക്ഷണം ഉണ്ടാകുമായിരുന്നു. ഞാനിത് പറഞ്ഞത് ഒരു അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രതിഫലമായി എത്ര പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ പറ, അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചുള്ള അധികമായിട്ട് ചിന്ത വന്നു കഴിഞ്ഞാൽ തൗബ ചെയ്യും. തെറ്റ് ചെയ്താൽ പിന്നെ സമാധാനമില്ല.
തെറ്റ് ചെയ്താ പിന്നെ സമാധാനമില്ല. ശൈത്താൻ നമ്മുടെ പുറകിൽ നടന്നിട്ട് നാണം കെട്ടിട്ട് പോണം. ശൈത്താൻ നമ്മുടെ പുറകിൽ നടന്നിട്ട് നാണം കെട്ടിട്ട് പോണം. ഇവന്റെ പുറകിൽ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവനെ കൊണ്ട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു തെറ്റ് ചെയ്യിപ്പിക്കും. ഉടനെ ഇവൻ തൗബ ചെയ്യും, പിന്നെയും ചെയ്യിപ്പിക്കും, പിന്നെയും തൗബ ചെയ്യും, പിന്നെയും ചെയ്യിപ്പിക്കും, പിന്നെയും തൗബ ചെയ്യും. അവസാനം ശൈത്താൻ ഇനി ഇവന്റെ പുറകിൽ നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മടങ്ങി പോകണം. അള്ളാഹു അങ്ങനെയുള്ളൊരു മനസ്സ് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മരണചിന്ത കടന്നു വന്നാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം സമ്പത്തിനോടുള്ള ആർത്തി നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പണത്തിനോടുള്ള മോഹം വാരി കൂട്ടണം. ഹലാലും ഹറാമൊന്നും ഇല്ല. യവനെ കൊന്നിട്ടാണെങ്കിലും പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടാണെങ്കിലും കള്ള് കച്ചവടം നടത്തിയിട്ടാണെങ്കിലും പലിശ കച്ചവടം നടത്തിയിട്ടാണെങ്കിലും പടച്ചവനെ പണം ഉണ്ടാക്കണം, വാരി കൂട്ടണം എന്ന ഒരു ആഗ്രഹം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതങ്ങ് മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവിധ ഖൈറു ബർക്കത്തും ചൊരിയുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരുടെ അനിയ ബർക്കത്ത് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാ നീ പൊക്കാത്തെ. ബർക്കത്ത് എന്താണെന്നറിയില്ല, അതാ പൊക്കാത്ത. പൊക്കിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന്. അസ്സലാമു അലൈക്കും. എല്ലാവരും പ്രാർത്ഥല്ലോ. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. നല്ല നല്ല വിഷയമാണ്. എല്ലാവരും വീഡിയോ പൂർത്തി നോക്കണം. നല്ല നല്ല വാദമാണ്. സിറാജ് ഖാസിമിൻ്റെ വാദമാണ്. എല്ലാ വാദമുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. പൂർത്തി നോക്കണം വീഡിയോ തന്നെ. പിന്നെ നല്ല നല്ല വിഷയൻ്റെ വാദമാണ്. എല്ലാം പൂർത്തി നോക്കണം, ഷെയറാക്കണം, സപ്പോർട്ട് വേണം. എൻ്റെ വീഡിയോ കുറച്ച് വീഡിയോത്തിൻ്റെ ടൈം കംപ്ലീറ്റ് ആയിട്ടാണ്. പിന്നെ എല്ലാം ഇതും എല്ലാവരും പൂർത്തി വാദം നോക്കുന്നില്ല. നല്ല നല്ല ബിസിൻ്റെ വാദമാണ്. വേറെ എല്ലാവരും ഷെയർ ആക്കണം. സപ്പോർട്ട് മെയിൻ വേണ്ടത് നിങ്ങൾക്ക്. നല്ല നല്ല വാദമുണ്ടല്ലേ ആണ്. എല്ലാവരും സപ്പോർട്ട് വേണം. വേറെ എല്ലാവരും പിന്നെ ബെല്ലൈക്കൺ ഷെയർ ആക്കണം. അസ്സലാമു അലൈക്കും.